അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലുള്ള ബഹുമാന്യരായ സംഘടനാ നേതാക്കന്മാരെ, ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കേരള നദ്വത്തുൽ മുജാഹിദീനിൻ്റെ യുവജന വിഭാഗമായ ISM മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷ്യം എന്ന ക്യാപ്ഷനിൽ 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന അതിൻ്റെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ വെച്ചുള്ള ഈ ഉദ്ഘാടന കർമ്മത്തോടുകൂടി അതിൻ്റെ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വിശ്വാസികളെന്ന നിലക്ക് നാം വിശ്വസിക്കുകയും നാം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വിശുദ്ധ ഇസ്ലാം എന്ന മതത്തെ പ്രതിനിധാനം ചെയ്യുന്നതോടൊപ്പം ഈ മതം പ്രചരിപ്പിക്കാൻ, പ്രബോധനം ചെയ്യാൻ ഉത്തരവാദപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും. ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മതമായി ഇസ്ലാം മാറുകയും ആ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു ഭാഗത്ത് ഇസ്ലാമിനെതിരെയുള്ള നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടങ്ങളിലൂടെയാണ് എല്ലാ കാലഘട്ടവും കഴിഞ്ഞു പോയിട്ടുള്ളത്. വിമർശനങ്ങളെന്നത് 2 രൂപത്തിൽ സമൂഹത്തിലേക്ക് കടന്നു വരും. ഒന്ന്, കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി തിരിച്ചറിയാതെ ഇസ്ലാം എന്ന മതത്തെ ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ വിമർശിക്കുന്നത് കേട്ട് അത് ശരിയാണ്, ഇസ്ലാം എന്നത് വലിയ അപകടമാണ്, മുഹമ്മദ് എന്നത് ഈ ലോകത്തിൻ്റെ നാശത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങൾ മാനവരാശിയിലേക്ക് പകർന്നു നൽകിയ ഒരു മനുഷ്യനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. മറ്റൊന്ന്, ഇസ്ലാം എന്ന മതം മനുഷ്യരിലേക്ക് പടർന്നാൽ പല മനുഷ്യന്മാരും ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും ചൂഷണവും അങ്ങനെയുള്ള വരുമാനങ്ങളെയുമൊക്കെ ബാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്ലാം എന്ന മതം ശരിയാണ്, സത്യമാണ്, എന്നാൽ അത് ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ ഭൗതികമായ വിഭവങ്ങൾക്ക് കോട്ടം സംഭവിപ്പിക്കുന്ന ഒന്നാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വിമർശിക്കുന്നവരുമുണ്ട്. നമുക്കിവിടെ സംവദിക്കാനും സംസാരിക്കാനുമുള്ളത് ഇസ്ലാം എന്ന മതത്തെ തെറ്റിദ്ധരിച്ച ആളുകളോട്, ഇസ്ലാമിനെ കാര്യങ്ങൾ അറിയാതെ വിമർശിക്കുന്നവരോട്. വിശുദ്ധ ഇസ്ലാം എന്ന മതം എന്താണ്? വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? അദ്ദേഹം മുന്നോട്ട് വെച്ച ദർശനങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് അസ്വസ്ഥരാകുകയും അതിതീവ്രമായ പ്രതികരണങ്ങൾ അടിച്ചുവിടുകയും ചെയ്യുന്നവർ ഇസ്ലാമിനെക്കുറിച്ച് അറിയുകയോ പഠിക്കുകയോ ചെയ്യാത്ത, മുസ്ലിം വൈകാരികത മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളാണ്. കാരണം ലോകത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുവന്ന്, പ്രവാചകനായി പ്രബോധകനായി കടന്നുവന്ന ആ സമയം മുതൽ തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞത് അത്രയും കാലം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ മദ്യം പറയുകയും അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായി അവർ കരുതിയിരിക്കുകയും ചെയ്തിരുന്ന ആളുകളായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കൊലപ്പെടുത്താൻ വേണ്ടി പദ്ധതിയിട്ട ആളുകളുണ്ടായിരുന്നു. പ്രവാചകനെ കള്ളവാദിയെന്നും കള്ളനെന്നും കൊള്ളിവെപ്പുകാരനെന്നും മാരണക്കാരനെന്നും വിശേഷിപ്പിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആൾബലവും പ്രവാചകന്റെ കയ്യിൽ അധികാരവും പ്രവാചകന് ഭൗതികമായ എല്ലാ സംവിധാനവും സ്വാധീനവുമുള്ള ഒരു ഘട്ടത്തിൽ പോലും ഈ വിമർശനങ്ങളെ കായികമായി നേരിടാൻ, വൈകാരികമായി ആ വിമർശനങ്ങളോട് പ്രതികരിക്കാൻ നമ്മേക്കാൾ കൂടുതലൊക്കെ പ്രവാചകനെ സ്നേഹിച്ചിരുന്ന ആളുകൾ പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്ന കാലത്ത്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറായിട്ടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സ്നേഹത്തോടെ, കരുണയോടെ, ആർദ്രതയോടെ, ഏറ്റവും നല്ല രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിലൂടെ ആ മനുഷ്യരോട് സംവദിച്ചത്. അതുകൊണ്ട് തന്നെ ലോകത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചവർ, അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് ആട്ടിയോടിച്ചവർ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ട ആളുകൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാവിധത്തിലും ഉപദ്രവിച്ച ആളുകളെയാണ് പ്രവാചകന്റെ കയ്യിൽ സ്വാധീനമുണ്ടായ, പ്രവാചകന്റെ കയ്യിൽ അധികാരം വന്ന, പ്രവാചകന്റെ കീഴിൽ മക്കയെന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായി പ്രവാചകന്റെ അടുത്തേക്ക് വന്ന സാഹചര്യത്തിലാണ് ഈ ആളുകളെല്ലാം പ്രവാചകന്റെ മുന്നിലേക്ക് വന്നത്. ഒരുപാട് ആളുകൾ പ്രവാചകനിൽ വിശ്വസിച്ചു. ഒരുപാട് ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാൻ തയ്യാറായില്ല. ആ സമയത്താണ് ആ മനുഷ്യന്മാർ അവിടെ നിന്ന് പറയുന്നത്, ഹാദാ യൗമുൽ മൽഹമ, ഇന്ന് ഇറച്ചിയെടുക്കുന്ന ദിവസമാണ്. കാരണം നാം എത്രത്തോളം വിമർശിച്ച ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. നാം കൊല ചെയ്യപ്പെടാൻ പ്ലാൻ ചെയ്ത ഒരു വ്യക്തിയാണ് മുഹമ്മദ്. നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പദ്ധതിയൊരുക്കിയ ഒരു പ്രവാചകനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞിരുന്ന ആളുകളോട് ഇവരെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും സന്ദർഭവും ഉണ്ടായപ്പോഴും ഹാദാ യൗമുൽ മർഹമ, ഇന്ന് രക്തമൊഴുകുന്ന ദിവസമല്ല, ഇന്ന് ആളുകളുടെ മാംസം കൊണ്ട് കളി നടത്തുന്ന ദിവസമല്ല, ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമല്ല, ഇന്ന് യുദ്ധഭീതിയുടെ ദിവസമല്ല. ഹാദാ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. അൻതുമുത്തുലഖാ, നിങ്ങൾക്കെല്ലാവർക്കും എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങൾക്ക് അവിശ്വസിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഏർപ്പാടുകളുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അൽ അഫ്വു ഇൻദൽ മഖ്ദിറ, പ്രതികാരം ചെയ്യാൻ കഴിയുമ്പോഴാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്ന വലിയ ഒരു പാഠം ആ ജനപദത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അൽ അഫ്വു ഇൻദൽ മഖ്ദിറ, പ്രതികാരം ചെയ്യാൻ കഴിയുമ്പോഴാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. അതാ സന്ദർഭത്തിൽ, ആ സാഹചര്യത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ഒരു ദൗത്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞതല്ല, മറിച്ച് മാനവരാശിയോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു സന്ദേശമാണ്. അൽ അഫ്വു ഇൻദൽ മഖ്ദിറ, പ്രതികാരം ചെയ്യാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, പറയുകയാണ്. അവിടെയാണ് ആ മനുഷ്യന്മാർ ഇസ്ലാമിനെ കുറിച്ച്, തങ്ങളുടെ മുൻപിൽ ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച്, മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ആ ആശയങ്ങൾ പറയും, നമ്മുടെ പ്രപിതാക്കളെ തള്ളിപ്പറയും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെതിരെ പല ആക്ഷേപഹാസ്യങ്ങളും ആക്ഷേപഹസ്ത്രങ്ങളും എയ്തുവിട്ടിരുന്ന ഒരു സമൂഹം 23 വർഷം പ്രവാചകന്റെ മുൻപിൽ ജീവിച്ച, പ്രവാചകനായതിനു ശേഷം പ്രവാചകന്റെ കൂടെ ജീവിച്ച, അതിനു മുൻപും പ്രവാചകന്റെ ആ സമൂഹത്തിൽ ജീവിച്ച ആളുകൾ അധികാരം പൂർണ്ണമായി കയ്യിൽ കിട്ടിയ സമയത്ത് അവരോട് പറഞ്ഞ ഈ വാക്കിലൂടെ ബാക്കിയുള്ള ആളുകൾ കൂടി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ എന്നത്, ആ വിമർശനങ്ങളെ ഇസ്ലാം എന്താണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളും ദർശനങ്ങളും എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രബോധനവും പഠനവുമാണ് വിശ്വാസികൾക്ക് മുൻപിലുള്ളത്. ഹോളണ്ടിലെ, ഡച്ചിലെ പ്രസിദ്ധനായ ഒരു പാർലമെന്റേറിയൻ അംഗമായിരുന്നു ഇന്നും ജീവിച്ചിരിക്കുന്ന ജോറം വാൻ ക്ലാവറൻസ്. അദ്ദേഹം ഇസ്ലാമിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നത് മുഹമ്മദിനെയാണ്. കാരണം മുഹമ്മദിന്റെ ദർശനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരെ അടിമകളാക്കുന്ന ദർശനങ്ങളാണ്. ചില നോകൾ പറഞ്ഞുകൊണ്ട്, ചില ഇല്ലായ്മകൾ പറഞ്ഞുകൊണ്ട്, അത് പാടില്ല ഇത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന, അതിനെ കെട്ടിയിടുന്ന, എല്ലാ സ്വാതന്ത്ര്യത്തിനും കൂച്ചുവിലങ്ങിടുന്ന ദർശനങ്ങളാണ് മുഹമ്മദ് ആളുകളോട് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് മുഹമ്മദിനെയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം രാജിവെച്ചു. ആ സമയം കൂടി ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി.
അദ്ദേഹം പറഞ്ഞത് ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം. ഏകദൈവ വിശ്വാസമാണ് മുഹമ്മദ് മുന്നോട്ട് വെക്കുന്ന ആശയം. അതിലൂടെ വിവിധ ദൈവങ്ങളെ ആരാധിക്കാനുള്ള, പ്രാർത്ഥിക്കാനുള്ള അവകാശങ്ങളെ, സ്വാതന്ത്ര്യത്തെ ഈ മതം ഇല്ലായ്മ ചെയ്യുന്നു. മനുഷ്യർ അടിമകളായി ഏകദൈവ വിശ്വാസം എന്നത് അംഗീകരിക്കുന്നു. മനുഷ്യൻ ആസ്വാദനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ചില സന്ദർഭങ്ങളെങ്കിലും ജീവിതത്തിൽ വേണ്ടേ? അതിന് ചിലപ്പോഴെങ്കിലും മനുഷ്യർക്ക് മദ്യപിക്കേണ്ടി വരും. ആ മദ്യപാനത്തെ പൂർണ്ണമായി വിശുദ്ധ ഖുർആനും മുഹമ്മദും പൂർണ്ണമായി നിരോധിക്കുന്നു. സ്വാഭാവികമായി കൊണ്ട് മനുഷ്യ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കുന്ന ഒരു പദ്ധതിയാണോ? ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി വിവിധ സ്ത്രീകളെ, വിവിധ പുരുഷന്മാരെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും മനുഷ്യർക്ക് ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ അവിടെ മുഹമ്മദും വിശുദ്ധ ഖുർആനും വ്യഭിചാരത്തെ പൂർണ്ണമായി നിരോധിക്കുന്നു. ഇങ്ങനെ ഓരോ വിഷയങ്ങളെയും അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് മനുഷ്യ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടുകൊണ്ട് മനുഷ്യനെ അടിമയാക്കുന്ന ഒരു സന്ദേശമാണ് ഇസ്ലാം എന്നതാണ്. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിനെതിരെയുള്ള പുസ്തകം എഴുതാൻ വേണ്ടി തുടങ്ങി. ഒരുപാട് പേജുകൾ എഴുതി. അദ്ദേഹം പറയുന്നു, കുറേ പേജുകൾ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ മുഹമ്മദിനോട് ഒരുതരം ഇഷ്ടം തോന്നാൻ തുടങ്ങി. എനിക്ക് ഇസ്ലാമിനോട് ഒരുതരം ഇഷ്ടം തോന്നാൻ തുടങ്ങി. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, ഒരിക്കലും ഇഷ്ടപ്പെടേണ്ട ഒന്നല്ല ഇവരൊന്നും. ഞാൻ വീണ്ടും ഇസ്ലാമിനെതിരെയുള്ള, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ ട്രാൻസ്ലേഷൻ വായിച്ചുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കാൻ തുടങ്ങി. പേജുകൾ കഴിഞ്ഞുപോയി. അവസാനം അദ്ദേഹം പറയുന്ന ഒരു വാക്യമുണ്ട്. ഇസ്ലാം നിരോധിച്ച, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുത് എന്ന് പറയുന്ന ആശയങ്ങൾ മനുഷ്യനെ അടിമയാക്കുന്ന ആശയങ്ങളല്ല, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ആശയങ്ങളല്ല. മറിച്ച് അരുതെന്ന് പറയുന്ന ആശയങ്ങൾ മനുഷ്യ ജീവിതത്തിലെ സ്വാസ്ഥ്യമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന, മനസ്സമാധാനമുണ്ടാക്കുന്ന ഒന്നാണ്. ചൂഷണത്തിൽ നിന്ന് മാനവരാശിക്ക് രക്ഷപ്പെടണോ എങ്കിൽ ഏകദൈവ വിശ്വാസമാണ് അതിന് മനുഷ്യനാവശ്യമായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, എൻ്റെ കൂടെയുള്ള എത്രയോ പാർലമെന്റ് അംഗങ്ങൾ അവരുടെ ജീവിതത്തിലെ നല്ല കാലങ്ങളെ, അവരുടെ സൗഭാഗ്യകരമായ കാലഘട്ടങ്ങളെ, അവരുടെ കുടുംബ ജീവിതത്തെ തകർത്ത് കളഞ്ഞത് മദ്യപാനമാണ്. ആ മദ്യപാനം മാത്രമാണ്, ലഹരി മാത്രമാണ്. അതുകൊണ്ട് ഇസ്ലാം നോ എന്ന് പറഞ്ഞത് കുടുംബജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ സമാധാനം കിട്ടാൻ, സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് നോ എന്ന് പറഞ്ഞത്. എത്രയോ സ്പോർട്സ് താരങ്ങൾ എൻ്റെ സൗഹൃദ വലയങ്ങളിലുണ്ട്. എത്രയോ രാഷ്ട്രീയ പ്രവർത്തകർ എൻ്റെ സൗഹൃദ വലയങ്ങളുണ്ട്. അവരുടെ ജീവിതത്തെ, അവരുടെ രാഷ്ട്രീയ ഭാവിയെ തകർത്ത് കളഞ്ഞത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവിഹിതങ്ങളാണ്. അവരുടെ കുടുംബജീവിതത്തെ താറുമാറാക്കി ഇസ്ലാം നോ എന്ന് പറഞ്ഞ വലാ തഖറബു സിന, വ്യഭിചാരത്തിലേക്ക് സമീപിക്കരുത് എന്ന് പറഞ്ഞ വ്യഭിചാരം അതൊഴിവാക്കണമെന്ന് പറഞ്ഞത് മനുഷ്യ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടിയാണ്. ആ ജോറം വാൻ ക്ലാവറൻസ് ഇസ്ലാമിനെ കുറിച്ച്, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് സത്യസന്ധമായ വായന നടത്തി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം മുസ്ലിമായി ജീവിക്കുന്നു. അതാണ് സത്യസന്ധമായ ഇസ്ലാമിക വായന എന്നത്. തമിഴ്നാട്ടിൽ ശബരിമല എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം പ്രബോധകയാണ്. ശബരിമല എന്നാണ് അവരുടെ പേര്. അവർ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വെറുക്കുന്നത് മുഹമ്മദിനെയാണ്. കാരണം സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യവും നൽകാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അവർ തമിഴ്നാട് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ലഭിച്ചിരുന്ന ഒരാളായിരുന്നു. ആ ജോലി അവർ രാജിവെച്ചു. എന്തിനു വേണ്ടി? ഇസ്ലാമിക വിമർശനത്തിനു വേണ്ടി, സ്ത്രീ നവോത്ഥാനത്തിനു വേണ്ടി. അവർ കേട്ടറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു, ലോകത്ത് സ്ത്രീകൾക്കൊരവകാശവും കൊടുക്കാത്ത മതമേതാണ്? അത് ഇസ്ലാമാണ്. അത് ഇസ്ലാമാണ്. അതുകൊണ്ട് അതിൻ്റെ ദാർശനികനാരാണ്? അത് മുഹമ്മദാണ്. ആ മുഹമ്മദിനെ ഞാൻ വെറുക്കുന്നു. അവർ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഖുർആനിൻ്റെ ട്രാൻസ്ലേഷൻ അവർ വായിക്കാൻ തുടങ്ങി. അവർ വായിച്ചപ്പോൾ അങ്ങനെ കാണുകയാണ്, സ്ത്രീകൾക്കൊരവകാശവും കൊടുക്കാതിരുന്ന ഒരു കാലഘട്ടം. ഉക്കാളച്ചന്തയിൽ നഗ്നയായി, അർദ്ധനഗ്നയായി സ്ത്രീകളെ കൊണ്ടുവരികയും അവിടെ നിന്ന് കച്ചവടം നടത്തുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ തനിക്കൊരു പെൺകുട്ടി ഉണ്ടായി എന്നറിഞ്ഞാൽ അപമാനം കാരണത്താൽ സ്വന്തം മക്കളെ കുഴിച്ചുമൂടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സഹാബി വരുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്കും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി നടക്കാൻ പ്രായമായപ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പ്രായമായപ്പോൾ എൻ്റെ മകളെ എനിക്കൊരുപാട് സ്നേഹമായിരുന്നു.
പക്ഷേ ഞങ്ങളുടെ ഗോത്രത്തിന് അപമാനമായിരുന്നു പെൺകുട്ടികൾ എന്നത്. എൻ്റെ കുട്ടിയെയും കൊണ്ട് ഞാനൊരു മലയിലേക്ക് കയറിപ്പോയി. എൻ്റെ കുട്ടി എന്നോട് ചോദിച്ചു, ഉപ്പ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഞാൻ ഒന്നും മിണ്ടിയില്ല. പ്രവാചകരെ, ഞാൻ ആ മലക്ക് മുകളിലേക്ക് പോയി ഒരു കുഴി കുടിച്ച് ആ കുടിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലൂടെ മണ്ണ് പുരണ്ട സമയത്ത് എൻ്റെ കുഞ്ഞ് സ്നേഹത്തോടുകൂടി അതെനിക്ക് തട്ടിത്തന്നു. എന്തിനാണുപ്പ ഈ കുഴി കുടിക്കുന്നത് എന്നെന്നോട് ചോദിച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ പെൺകുട്ടിയെ, എൻ്റെ കുഞ്ഞിനെ ആ കുഴിയിലേക്ക് തള്ളിയിട്ട് ഉപ്പാ ഉപ്പാ എന്ന് വിളിക്കുന്ന ആ വിളിയെ ഗൗനിക്കാതെ ആ കുഴി മൂടിക്കൊണ്ട് പ്രവാചകരെ, എൻ്റെ കുഞ്ഞിനെ, എൻ്റെ പെൺകുട്ടിയെ ഞാൻ ജീവനോടുകൂടി കുഴിച്ചു മൂടി എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്ന, സഹാബത്ത് കരഞ്ഞു പോകുന്ന ഒരു സന്ദർഭമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ വായിക്കുകയാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം അവരെ മാറ്റിയത്. അവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ, നിങ്ങൾക്ക് 3 പെൺകുട്ടികളുണ്ടോ? ആ പെൺകുട്ടികളെ നിങ്ങൾ വളർത്തി, അവർക്ക് നിങ്ങൾ സംസ്കാരം നൽകി, അവർക്ക് നിങ്ങൾ വിദ്യാഭ്യാസം നൽകി, അവരെ നിങ്ങൾ മാന്യമായി വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയച്ചാൽ നിങ്ങൾക്ക് സ്വർഗമാണ് എന്ന് പറഞ്ഞപ്പോൾ സങ്കടത്തോടെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾക്ക് 2 പെൺകുട്ടികളെയുള്ളൂ, ഞങ്ങൾക്ക് സ്വർഗമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു തലമുറ, പെൺകുട്ടികളെ അപമാനമായി കണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ 3 ആയാലും 4 ആയാലും 5 ആയാലും ഞങ്ങൾക്ക് അഭിമാനമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു ജനപദത്തെ വളർത്തിയെടുത്ത നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വായിക്കുകയാണ്. വൈദാ ബുശ്റ അഹദുഹും ബിൽ ഉൻസ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ ഖലീം, നിങ്ങൾക്കൊരു പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മുഖം കറുത്തിരുണ്ടുപോയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് 1 പെൺകുട്ടിയായി, 2 പെൺകുട്ടിയായി, 3 പെൺകുട്ടിയായി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിരുന്ന ഒരു ജനപദത്തെ വളർത്തിയെടുത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച്, ആ നവോത്ഥാനത്തിന് മാറ്റം കുറിച്ച ഒരു പ്രവാചകനെ കുറിച്ച് അവർ പഠിച്ചു. അവരുടെ പേരിപ്പോൾ എന്താണെന്നോ? ആരെയായിരുന്നു ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത്? മുഹമ്മദ് നബിയെ ആയിരുന്നു. അവരുടെ ഇപ്പോഴത്തെ പേര് ഫാത്തിമ ശബരിമല എന്നാണ്. ഫാത്തിമ ശബരിമല ആരുടെ പേരാ സ്വീകരിച്ചത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ പേരാണ് സ്വീകരിച്ചത്. അത് ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനമാണ്, ഇസ്ലാമിക മൂല്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ഇസ്ലാം എന്ന മതം വെറും ആരാധനകളെക്കുറിച്ച്, ഒരാദർശത്തെക്കുറിച്ച് മാത്രം, രൂപഭാവങ്ങളെക്കുറിച്ച് മാത്രം പഠിപ്പിച്ച ഒരു മതമല്ല. ഇടപഴകുന്ന മുഴുവൻ മേഖലകളെക്കുറിച്ചും നിയമങ്ങൾ അവതരിപ്പിച്ച ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന് വിശദീകരണം നൽകിയ ഒരു പ്രവാചകൻ, അതാണ് ഇസ്ലാം എന്നത്. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ആരാധനകളുടെ സന്ദർഭത്തിൽ പോലും ആരാധനകളെക്കാൾ ചില മനുഷ്യർക്ക് ജീവിതത്തിൽ ചില ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ആ ആരാധനകളെ പോലും അത് ഇല്ലാതാക്കുമെന്ന് പഠിപ്പിച്ച ദർശനമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുത്തൊരു സ്ത്രീ വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇന്ന ഫുലാനത്തൻ തുക്തിറു മിൻ സ്വലാത്തിഹാ വസിയാമിഹാ വസദഖത്തിഹാ, ഞാൻ അറിയുന്ന ഒരു സ്ത്രീയുണ്ട്. അവൾ ധാരാളമായി നമസ്കരിക്കുന്നവളാണ്, അവൾ ധാരാളമായി വ്രതമനുഷ്ഠിക്കുന്നവളാണ്, അവൾ ധാരാളമായി ദാനം നൽകുന്നവളാണ്. വലാകിൻ വഹിയ തുഅ്ദി ബിലിസാനിഹാ ലിജിറാനിഹാ, പക്ഷേ അവൾ അവളുടെ അയൽവാസികളെ ഉപദ്രവിക്കുന്നവളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ? പ്രവാചകരെ, വേറെ ഒരു സ്ത്രീയുണ്ട്. അവൾ കൃത്യമായ ഫർള് നമസ്കാരം മാത്രമേ നിർവഹിക്കുകയുള്ളൂ, നിർബന്ധമായ വ്രതം മാത്രമേ നിർവഹിക്കുകയുള്ളൂ. അവരുടെ നെയ്യിൽ നിന്ന് വളരെ കൃത്യമായ അളവ് മാത്രമേ സക്കാത്ത് നൽകുകയുള്ളൂ. പക്ഷേ അവളെ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്, മാന്യമായി മനുഷ്യരോട് ഇടപഴകുന്നവളാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അതിന് നൽകുന്ന ഒരു മറുപടിയുണ്ട്. വിശദീകരണങ്ങളില്ലാതെ, വ്യാഖ്യാനങ്ങളില്ലാതെ, വലിച്ചു നീട്ടലുകളില്ലാതെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദ്യം പറഞ്ഞവളുണ്ടല്ലോ ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. രണ്ടാമത് പറഞ്ഞവളുണ്ടല്ലോ ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്. മാനവിക മൂല്യങ്ങളെക്കുറിച്ച്, മനുഷ്യനെ വാളുകൊണ്ട് എന്നല്ല, വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമെന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. വാളുകൊണ്ട് എന്നല്ല, നാവുകൊണ്ട് പോലും ഒരു മനുഷ്യനെ ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിച്ച മാനവികതയുടെ സന്ദേശമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മാനവികതയുടെ സന്ദേശമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. പ്രവാചകന്റെ അടുത്ത് കടന്നു വരുന്നുണ്ട്. പ്രവാചകരെ, നിങ്ങളുടെ വിളിക്കുത്തരം നൽകിക്കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പ്രവാചകരെ, നിങ്ങൾ എന്തു പറയുന്നോ ഞാനതനുസരിക്കും. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ, പ്രവാചകരെ, ഞാനൊരു സംശയം ചോദിക്കുകയാണ്. എൻ്റെ മാതാപിതാക്കൾ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കരഞ്ഞുകൊണ്ടാണ് എന്നെ യാത്രയച്ചത്. പ്രവാചകരെ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം. നിങ്ങൾ തിരിച്ചുപോയി നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നിങ്ങൾ നന്മ ചെയ്യണം. അവർക്ക് നിങ്ങൾ സ്വഹബത്ത് നൽകണം, അവരോട് കൂടെ നിങ്ങൾ സഹവസിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ കരഞ്ഞത്,
അതിനേക്കാൾ നന്നായി അവർ സന്തോഷിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കളോടുള്ള ബാധ്യതയെക്കുറിച്ച്, മാതാപിതാക്കളോടുള്ള ബന്ധങ്ങളെക്കുറിച്ച്. വൃദ്ധസദനങ്ങൾ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളായ നാമകരണം നൽകിക്കൊണ്ട് സമൂഹത്തിൽ ഇങ്ങനെ അധികരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാതാപിതാക്കളോടുള്ള കൃത്യമായ കണിശമായ ഒരു മനുഷ്യൻ ആരാധകരോടൊപ്പം നിർബന്ധമായി ചെയ്യേണ്ട ചില ബാധ്യതകളെക്കുറിച്ച്, കടപ്പാടുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. മാതാപിതാക്കളുടെ റിളയിലാണ്. റിള എന്ന് പറഞ്ഞാൽ മനസ്സിനകത്തുള്ള തൃപ്തിയാണ്. മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് മനസ്സിനകത്തുള്ള തൃപ്തിയുടെ കൂടെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. മാതാപിതാക്കളുടെ മനസ്സിനകത്തുള്ള ചെറിയ ഒരു പ്രയാസമുണ്ടല്ലോ, കോപമുണ്ടല്ലോ, അതിൻ്റെ കൂടെയാണ് അള്ളാഹുവിൻ്റെ കോപമെന്ന് പഠിപ്പിച്ച നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ നാം നെഞ്ചേറ്റുന്നത്. ആ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതുകൊണ്ടാണ് പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുകയും അവരെ നോക്കുകയും അവർക്ക് വേണ്ടി ഉറക്കമൊഴിക്കുകയും അവരുടെ കാര്യത്തിൽ അധ്വാനിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാനവികതയുടെ സന്ദേശം ഓരോ മനുഷ്യരും നെഞ്ചേറ്റുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിലൂടെയാണ്. മദീനയിലെ പള്ളിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ഈ പള്ളിയുണ്ടല്ലോ, ഈ മസ്ജിദുൻ നബവി, മദീനയുടെ ഈ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ മൻ മശാ ഫീ ഖളാഇ ഹാജതി അഖീഹി ഖൈറും മിൻ അൻ യഅ്തകിഫ ഫീ മസ്ജിദി ഹാദാ ശഹ്റൈൻ. ഈ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ 2 മാസം 60 ദിവസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നാണ് സാധുവായ പാവപ്പെട്ട ഒരു മനുഷ്യന്റെ കാര്യത്തിനു വേണ്ടി ഓടി നടക്കുന്നത് എന്ന് പഠിപ്പിച്ചത്. സാധുവിനെ, സാധാരണക്കാരനെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ അവന്റെ കാര്യത്തിൽ ഓടി നടക്കുന്നത് വലിയ പുണ്യമാണ് എന്ന് പഠിപ്പിച്ചു. അവിടെ മതം പറഞ്ഞില്ല, അവിടെ ജാതി പറഞ്ഞില്ല, അവിടെ വർഗം പറഞ്ഞില്ല. മനുഷ്യനാണോ ആ മനുഷ്യർക്ക് വേണ്ടി അവരുടെ നന്മക്ക് വേണ്ടി അവരുടെ പ്രയാസങ്ങൾക്ക് താങ്ങും തണലുമായി മാറുന്നത് ഈ മദീന പള്ളിയിൽ 2 മാസം ഭജനമിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പുതിയ കാലഘട്ടം എന്നത് അസ്വബീയത്തിൻ്റെ ഒരു പ്രത്യേകതരം ഒരു പാർഷ്വാലിറ്റിയുടെ, മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമാണോ തെറ്റ് ചെയ്തത്, അത് മുസ്ലിമാണോ എങ്കിൽ ആ മുസ്ലിമിനെ ന്യായീകരിക്കുന്ന, ഒരു ഹൈന്ദവനാണോ തെറ്റ് ചെയ്തത്, ആ ഹൈന്ദവനെ ന്യായീകരിക്കുന്ന, ഒരു ക്രൈസ്തവനാണോ തെറ്റ് ചെയ്തത് എങ്കിൽ ആ ക്രൈസ്തവനെ ന്യായീകരിക്കുന്ന ഒരു തരം അവസ്ഥയിലേക്ക് പുതിയ കാലഘട്ടം മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അസ്വബിയത്ത് എന്ന് പറയുന്ന ഒന്നിനെ പ്രവാചകൻ പൂർണ്ണമായി ഇല്ലാതാക്കിയത്. വർഗീയതയില്ലാത്ത, വിഭാഗീയതയില്ലാത്ത, നീതിക്കു വേണ്ടി, ന്യായത്തിനു വേണ്ടി ശബ്ദിച്ച ഒരു പ്രവാചകൻ. സോഷ്യൽ മീഡിയയിലെ കമൻസുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലെ വാചകങ്ങളിലൂടെ നിരന്തരമായി വർഗീയത വമിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും മുസ്ലിം സമുദായം വൈകാരികമായി ഒന്ന് പ്രതികരിച്ചാലോ എന്ന് വിചാരിക്കുമ്പോഴേക്ക് വൈകാരികമായി, വർഗീയമായി, തീവ്രമായി, വിദ്വേഷത്തോടുകൂടി ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പ്രഖ്യാപനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഇതര മതസ്ഥരായ ആളുകളെ അവർക്ക് അപകടകരമായ അവസ്ഥയുണ്ടാക്കുന്ന തലത്തിലുള്ള ശൈലികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് മതമല്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് സമാധാനത്തോടെ, ശാന്തിയോടുകൂടി നാം ജീവിക്കുന്നത്. കാരണം എന്താ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ അത് പഠിപ്പിച്ചു. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസ്വബിയ്യ വലൈസ മിന്നാ മൻ ഖാതല അലാ അസ്വബിയ്യ വലൈസ മിന്നാ അലാ മാത അലാ അസ്വബിയ്യ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ, വർഗീയതയുടെ പേരിൽ കൊല്ലപ്പെടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, അവൻ മുസ്ലിമല്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, മനുഷ്യരെ നന്മയും തിന്മയും സമമാകുകയില്ല കേട്ടോ, നന്മയും തിന്മയും സമമാകുകയില്ല കേട്ടോ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ നടത്തുന്ന, തെറിവിളികൾ നടത്തുന്ന, ഇസ്ലാമിനെതിരെ തീവ്രമായി വർഗീയമായ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഒരു മുസ്ലിമിന് അർഹതയില്ല മറ്റുള്ളവരുടെ ദൈവങ്ങളെ ആക്ഷേപിക്കാൻ, മറ്റുള്ളവരെ ആക്ഷേപഹാസ്യത്തോടുകൂടി അതിനെ സമീപിക്കാൻ നമുക്ക് അർഹതയില്ല എന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും സമമാകുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ,
തിന്മയോട് നന്മയോടുകൂടി നിങ്ങൾ വർത്തിക്കുക. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. അപ്പോഴാണ് നിങ്ങളുടെ ശത്രു പോലും നിങ്ങളുടെ ഉറ്റമിത്രമായി തീരുമെന്നാണ്. അതിനുശേഷം ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ഇതാർക്കേ കഴിയുകയുള്ളൂ? ഇത് ഇസ്ലാം പൂർണ്ണമായി പഠിച്ച ഒരാൾക്കേ കഴിയുകയുള്ളൂ. നല്ല ക്ഷമയുള്ള ഒരാൾക്കേ കഴിയുകയുള്ളൂ. മതമെന്ത് എന്ന് പഠിച്ച ആൾക്കേ കഴിയുകയുള്ളൂ. വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അലീം. നല്ല ക്ഷമയുള്ള സട്ടാവിൽ നിന്ന് പ്രത്യേകമായ ഒരു ഔദാര്യം ലഭിച്ച ആളുകൾക്ക് മാത്രമേ ഇതിന് കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുമ്പോൾ തിന്മക്കെതിരെ നന്മയോടുകൂടി പ്രതികരിക്കണമെന്ന ഒരാശയം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. നീതിയുടെ സന്ദേശം ഇവിടെ സൂചിപ്പിച്ചല്ലോ. നീതി ആരുടെ പക്ഷത്താണോ അവരുടെ കൂടെ നിൽക്കുക എന്നതാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ ഇസ്ലാമിനോട് ഏറ്റവും കൂടുതൽ ശത്രുത പുലർത്തിയിരുന്നത് ജൂത വിഭാഗമാണ്. ജൂത വിഭാഗം. ഒരു മുസ്ലിമായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ പടയങ്കി മോഷ്ടിച്ച് ആ പടയങ്കി ഒരു അരിയുടെ ഒരു ചാക്കിലിട്ടുകൊണ്ട് അദ്ദേഹം അതങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. കുറേ ദൂരം അദ്ദേഹം എത്തി. മുസ്ലിമാണ് മോഷ്ടിച്ചത്. കുറേ ദൂരം സഞ്ചരിച്ച് അദ്ദേഹം പിന്നിലേക്ക് നോക്കിയപ്പോൾ നടന്നു വന്ന വഴിയിലൊക്കെ ഈ അരിപ്പൊടിയുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇത് പിടിക്കപ്പെടും. എങ്കിൽ ഇത് ഏറ്റവും നല്ലത് എന്താണ്? ഇത് ഇസ്ലാമിനെതിരെ ഏറ്റവും കൂടുതൽ ശത്രുത പുലർത്തുന്ന ഒരു ജൂതൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി ഇടാം. അദ്ദേഹം അത് തീരുമാനിച്ചു. അദ്ദേഹം ആ പടയങ്കി അടക്കമുള്ള ആ ചാക്ക് ഒരു ജൂതൻ്റെ സ്ഥലത്തിട്ടു. അടുത്ത ദിവസം ജൂതൻ്റെ ആ സ്ഥലത്ത് നിന്ന് പടയങ്കി കണ്ടെത്തുകയാണ്. പ്രത്യക്ഷത്തിൽ തെറ്റുകാരനാരാണ്? ജൂതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യക്ഷത്തിലുള്ള ആ വിധി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്താലേ അറിയാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതനെതിരെ വിധി പ്രസ്താവിക്കുകയാണ്. അവിടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ തിരുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ 2-3 ആയത്തുകൾ അതിനുവേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ, പ്രവാചകനെ ഇല്ലായ്മ ചെയ്യാൻ, തക്കം കിട്ടുമ്പോഴെല്ലാം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വിമർശിക്കുന്ന ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കെതിരെ അന്യായമായ ഒരു കാര്യം അറിയാതെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിനെ ഖുർആൻ തിരുത്തുകയാണ്. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാകല്ലാഹ്. പ്രവാചകരെ, നിനക്ക് ഈ വേദഗ്രന്ഥം, ഈ സത്യവേദഗ്രന്ഥം നാം അവതരിപ്പിച്ചു തന്നത് അത് സത്യസന്ധമായ വിധി നടത്താനാണ്. വലാ തഖുൽ ലിൽ ഖായിനീന ഖസീമാ. പ്രവാചകരെ, നീ ഒരിക്കലും വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത് പ്രവാചകരെ എന്ന് വിശുദ്ധ ഖുർആൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തുകയാണ്. അതാണ് ഖുർആനിൻ്റെ, അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നീതിയുടെ സന്ദേശം എന്നത്. ഈ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മാനവരാശിയോട് പഠിപ്പിച്ചു കൊടുക്കാനുള്ളത്. ഇസ്ലാമിൻ്റെ ഈ സുന്ദരമായ സന്ദേശം മനുഷ്യരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇടപെടുന്ന, പാവപ്പെട്ടവരാണോ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണോ, അസ്സാഇ അലൽ അർമിലതി വൽ മസാകീനി കൽ മുജാഹിദി ഫീ സബീലില്ലാ. വിധവയുടെ കാര്യത്തിൽ, പാവങ്ങളുടെ കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവൻ കൽ മുജാഹിദി ഫീ സബീലില്ലാ, അവൻ ദൈവീക മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഏതൊക്കെ തരത്തിലുള്ള ജിഹാദുകളാണ് ഇസ്ലാമിനെതിരെ കടന്നു വരുന്നത്? ഏറ്റവും അവസാനം ജിഹാദ് വരെ ഇസ്ലാമിക വിമർശനങ്ങളിലേക്ക് വന്നു. ലാൻഡ് ജിഹാദ് വന്നു, ലവ് ജിഹാദ് വന്നു, നാർക്കോട്ടിക് ജിഹാദ് വന്നു. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജിഹാദ് എന്നത് അത് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. വിശുദ്ധ ഖുർആനിന്റെ മാനവിക മൂല്യങ്ങൾ മുറ്റി നിൽക്കുന്ന, മനുഷ്യത്വമുള്ള, മാനവരാശിക്ക് നന്മയുള്ള സന്ദേശങ്ങൾ മനുഷ്യരിലേക്ക് പകരുന്നതിനെയാണ് ഇസ്ലാം ഏറ്റവും വലിയ ജിഹാദായി കൊണ്ട് പറഞ്ഞത്. ഇവിടെ പറയുന്നതോ വിധവയുടെ കാര്യത്തിൽ, പാവങ്ങളുടെ കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവൻ. വിധവ എന്നാണ് പറഞ്ഞത്, മുസ്ലിമായ വിധവ എന്നതല്ല. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകൾ നാട്ടിലുണ്ടോ? അച്ഛൻ നഷ്ടപ്പെട്ട മക്കൾ നാട്ടിലുണ്ടോ? അവൻ മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും, മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും, അവൻ്റെ വർഗവും ജാതിയും മതവും ഏതാണെങ്കിലും അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവൻ
ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാ വിഷയങ്ങളിലും അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും നല്ല വീട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഏതാണ് ഏറ്റവും നല്ല വീട്? നിങ്ങളുടെ കുടുംബത്തിൽ യതീമായ മക്കളുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ പിതാക്കൾ നഷ്ടപ്പെട്ട മക്കളുണ്ടോ? ആ മക്കളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നതാണ് ഏറ്റവും നല്ല വീട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഏറ്റവും നല്ല വിവാഹം, ഏറ്റവും നല്ല വലീമത്ത് ഏതാണ്? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും നല്ല വലീമത്ത് എന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ല വിവാഹ സദ്യ എന്ന് പറഞ്ഞാൽ അവകാശപ്പെട്ടവരെ ആ വിവാഹ സദ്യയിലേക്ക് വിളിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല വലീമത്ത്. ഏറ്റവും മോശം വിവാഹ സദ്യ ഏതാണ്? അത് അവകാശപ്പെട്ടവർ, ഭക്ഷണത്തിനു വേണ്ടി അവകാശപ്പെട്ടവർ സമൂഹത്തിലുണ്ടായി അവരെ ക്ഷണിക്കാതെ മറ്റുള്ളവരെ ക്ഷണിക്കുന്നതാണ് ഏറ്റവും മോശം വലീമത്ത് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മുതലാളിയോട് തൊഴിലാളിയോടുള്ള ബാധ്യതകളും കടപ്പാടുകളും പറഞ്ഞു. നിങ്ങളുടെ വീടുകളിലേക്ക് അധ്വാനിക്കാൻ വേണ്ടി, ജോലിക്ക് വേണ്ടി വരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ അധ്വാനം കഴിഞ്ഞ് അയാൾ അതിനൊരു കൂലി പറഞ്ഞാൽ അത് ആ മനുഷ്യൻ്റെ വിയർപ്പ് പറ്റുന്നതിൻ്റെ മുൻപ് അയാൾക്ക് നിങ്ങൾ കൂലി നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നിങ്ങളൊരു മുതലാളിയുടെ കീഴിൽ അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിയാണോ എങ്കിലെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് അദ്ദേഹം തകർന്നു പോകണം, തളർന്നു പോകണം എന്നതല്ല, അദ്ദേഹത്തിൻ്റെ നന്മക്ക് വേണ്ടി നിങ്ങൾ കാംക്ഷിച്ചുകൊണ്ടേയിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയാണ്. നല്ല ഭാര്യയെക്കുറിച്ച്, നല്ല ഭർത്താവിനെക്കുറിച്ച്, നല്ല പിതാവിനെക്കുറിച്ച് ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. മനുഷ്യരുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്താൻ വേണ്ടി വരുന്ന ഒരു മനുഷ്യനുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ആ ചരിത്രം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു വൃക്ഷച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ആ വൃക്ഷത്തിൽ നിന്ന് പ്രവാചകന്റെ വാളെടുത്തുകൊണ്ട് പ്രവാചകനോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, മൻ യംനഉക മിന്നീ മുഹമ്മദ്, നിന്നെ ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തിയാൽ നിനക്കാരാണ് സംരക്ഷണം നൽകുക? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, എനിക്കെൻ്റെ നാഥൻ സംരക്ഷണം നൽകും. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ വാള് താഴേക്ക് പോവുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ വാളെടുത്ത് ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, മൻ യംനഉക മിന്നീ, എന്നിൽ നിന്ന് നിങ്ങളെ ആരാണ് സംരക്ഷിക്കുക? അതിനാ മനുഷ്യൻ പറയുന്ന ഒരു മറുപടിയുണ്ട്, നിങ്ങൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനാണല്ലോ, നിങ്ങളങ്ങനെ ചെയ്യില്ലല്ലോ എന്ന ആശയം സ്ഫുരീകരിക്കുന്ന വാക്കാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അദ്ദേഹം പറയുന്നത്. ശേഷം ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ച് തിരിച്ചുപോയി തൻ്റെ ആളുകളോട് പറയുന്നത് എന്താണെന്നോ, ജിഅ്തുകും മിൻ ഇൻദി ഖൈരിന്നാസ്, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്നുകൊണ്ടാണ് എന്നാണ്. തന്നെ കൊലപ്പെടുത്താൻ വേണ്ടി വന്ന മനുഷ്യനോട് വരെ ആ മനുഷ്യനെ തിരിച്ച് ഇല്ലായ്മ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ട് പോലും ആ മനുഷ്യനെ വെറുതെ വിട്ട കാരുണ്യത്തിൻ്റെ മാതൃകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ. അതാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത്. ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്ത് പ്രവാചകൻ ഒരു വിഭാഗം ആളുകളെ ആ താഴ്വരയുടെ താഴെ, ആ മലയുടെ താഴെ പ്രവാചകൻ നിർത്തിയിരുന്നു. അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സമ്മതം കിട്ടാതെ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. യുദ്ധം മുസ്ലിങ്ങൾ പരാജയപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് വർത്തിച്ച ആ കാരുണ്യത്തിൻ്റെ ഒരവസ്ഥയുണ്ട്. അത്രത്തോളം പ്രവാചകന്റെ കൽപ്പനകൾ അംഗീകരിക്കാതെ, അനുസരിക്കാതെ ഒരു യുദ്ധത്തിന് കാരണമായി അവരുടെ പ്രവർത്തനം. എന്നിട്ടും പ്രവാചകൻ അവരോട് മാന്യമായി വർത്തിച്ചു. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ലൻ ഖലീലൽ ഖൽബി ലൻ ഫല്ലൂ മിൻ ഹൗലിക്. പ്രവാചകരെ, നീയെങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്ന് ഇവർ ഓടിയൊളിക്കുമായിരുന്നു എന്നതാണ്. ആ സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, മാനവികതയുടെ സന്ദേശമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. പ്രവാചകന്റെ അറഫ പ്രഭാഷണത്തിലും ഈ ലോകത്തോട് പറയുന്ന ഏറ്റവും വലിയ ഒരു ആശയമുണ്ട്. ലോകത്തൊന്നും സമാധാനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ 1400 വർഷം മുമ്പ് മനുഷ്യരെന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ അഭിമാനത്തെ, അവൻ്റെ രക്തത്തെ, അവൻ്റെ സമ്പത്തിനെ ആദരിക്കുന്ന ഒരു രൂപമുണ്ട്. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാലക്കും ഹറാമുൻ അലൈക്കും കഹുറുമത്തി യൗമിക്കും ഹാദാ വഫീ ശഹരിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ. മനുഷ്യരെ, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം ഈ മക്കയെപ്പോലെ, ഈ ദിവസത്തെപ്പോലെ, ഈ മാസത്തെപ്പോലെ പവിത്രമാണ് എന്ന് പഠിപ്പിച്ച നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനവികതയുടെ, കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ സന്ദേശത്തിൻ്റെ വിശാലമായ ഒരു പ്രബോധന ദൗത്യമാണ് പ്രിയപ്പെട്ടവരെ നാം ഏറ്റെടുത്തിരിക്കുന്നത്. നബി വിമർശനങ്ങളെ വൈകാരികമായി കാണാതെ,
വിവേകത്തോടുകൂടി നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ ശാക്തീകരിക്കാൻ ഈ കാലയളവിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.